കുത്തന്നൂർ പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാനെത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിനെ സ്വീകരിച്ചത് നിരോധിച്ച പ്ലാസ്റ്റിക് ബൊക്കെ നൽകിയാണ്. എന്നാൽ ബൊക്കെ സ്വീകരിക്കാതിരുന്ന എം ബി രാജേഷ് പ്രസംഗത്തിൽ പഞ്ചായത്ത് നടപടിയെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അതേസമയം തെറ്റ് പറ്റിയെന്നും പരസ്യമായി വിമർശിച്ചത് ശരിയായില്ല എന്നുമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സഹദേവന്റെ നിലപാട്. പുതിയ ഓഫീസ് കെട്ടിടമാണ്. ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായാണ് കഴിഞ്ഞ ദിവസം എം ബി രാജേഷ് എത്തിയത്. അവിടെ എം ബി രാജേഷ് മന്ത്രി എത്തിയപ്പോൾ മന്ത്രിയെ സ്വീകരിച്ചത് ബൊക്കെ നൽകിയാണ്. ആ ബൊക്കെ പക്ഷേ നിരോധിതമായ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ബൊക്കെയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബൊക്കെ എം ബി രാജേഷ് സ്വീകരിച്ചില്ല. മാത്രവുമല്ല, പ്രസംഗത്തിൽ ഈ വിഷയം പരാമർശിക്കുകയും ചെയ്തു. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിച്ചതിന് 10,000 രൂപ വേണം. ഈ നിരോധനം നടപ്പാക്കേണ്ട വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അതിന്റെ മന്ത്രിക്കാണ് ഈ ബൊക്കെ കൊണ്ടുവരുന്നത്. ഇത് തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പൂവിൻ്റെ ബൊക്കെ വാങ്ങിക്കാൻ ഞാൻ ഒരാളിനെ ഏൽപ്പിച്ചു, വിശ്വസ്തനായ ഒരാളെ. അതിന് ഞാൻ നോക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വീഴ്ച എൻ്റെ ഭാഗത്തുണ്ടായി. പൂവിൻ്റെ ബൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ കവർ ചെയ്തിട്ട് പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു. തെറ്റാണ്, വീഴ്ച പറ്റിയെന്നുള്ളത് തെറ്റാണ്. എൻ്റെ ഒരു റിക്വസ്റ്റ്, ഞാൻ ഒരു സാധാരണക്കാരൻ, എൻ്റെ അച്ഛനും അമ്മയും കർഷക തൊഴിലാളിയായി ജീവിച്ചവരാണ്. ആ ഒരു ഇതേ എനിക്കുള്ളൂ. അദ്ദേഹത്തിനെ പോലുള്ള വിദ്യാഭ്യാസമോ വലിപ്പമോ എനിക്കില്ല. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് പറയാനുണ്ടായിരുന്നത്, ഒരു തെറ്റ് പറ്റിയ സഹദേവ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് നമ്മൾ പഞ്ചായത്ത് ഭരിക്കുമ്പോൾ നമ്മളിതിങ്ങനെ ആകണമായിരുന്നു, അതല്ലേ ശരി എന്ന് പറയുന്നതും ഈ ലോകത്തോട് മൊത്തം വിളിച്ച് പറഞ്ഞ് ഇതൊരു ഇഷ്യൂ ആക്കണമെന്നും ശരിയാണോ? പറ്റിയ വീഴ്ച പറ്റിയെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതിൻ്റെ പിതൃത്വം ഞാൻ 100% ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ 100%ത്തിൽ 99.9% ചെയ്തത് കാണാതെ ഈ വീഴ്ചനെ മാത്രം ലോകത്തോട് വിളിച്ച് പറയുന്ന രീതി ശരിയാണോ എന്ന് മാത്രമേ ഞാൻ അദ്ദേഹത്തിനുള്ള ബഹുമാനവും ആദരവും എല്ലാം വെച്ച് പറയുകയാണ്. മന്ത്രി ഇങ്ങനെ പരസ്യമായ ഒരു വേദിയിൽ ഈ കാര്യം പറയേണ്ടിയിരുന്നില്ല, മറിച്ച് തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തങ്ങൾ അത് തിരുത്തുമായിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്ന വിശദീകരണം. മൽഗൂർ സി മോഹനൊപ്പം ഗൂഗിൾ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.